സ്കൂൾ വിട്ട് ഇങ്ങോട്ട് പോയിക്കോടെ? മാഷേ, ഇത് എന്തൊരു പ്ലാൻ മാഷേ? സത്യം പറഞ്ഞ താൻ ഇത്രയ്ക്ക് സമർത്ഥനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്റെ സാമർത്ഥ്യ ഞാൻ കാണിച്ചേ? വാദ്യാര് പണിയല്ലേ തനിക്ക്? അതെ. അയ്യപ്പൻ നായർ മകൾ അമ്മു എന്ന പാഠവും തനിക്ക് പഠിപ്പിക്കാണ്ടോ? താൻ അവളെ പ്രേമിക്കണോ മറ്റുണ്ടോ? അപ്പോ ഇതൊരു തുറന്ന രഹസ്യമായ ഗോളാന്തര വാർത്ത എന്ന് തന്നെ പറയാം. അല്ല, ഇനിയിപ്പം പരിഭ്രമിക്കുന്നു വേണ്ട, ഉദ്ദേശം പറയാ. എന്തുദ്ദേശം? അവളെ കെട്ടണം. കെട്ടണം. എന്നാ പിന്നെ പാതി യുദ്ധം കഴിഞ്ഞ നിലയ്ക്ക് അയ്യപ്പനാരോട് എന്ന് പറയാ. അതിന് പിന്നെ വേറെ ബുദ്ധിമുട്ടുണ്ട് കുറുപ്പാഷേ. എന്താ? പേരാറ്റുകര വീട്ടിൽ നായരാണെങ്കിലും ഒരു ചായക്കടക്കാരന്റെ മകളെ കല്യാണം കഴിക്കാൻ എന്റെ അമ്മ സമ്മതിച്ചെന്ന് വരില്ല. അതിന് താൻ ഇതിനെക്കുറിച്ച് അമ്മയോട് സംസാരിച്ചു? ഇല്ല. പിന്നെ അതാ അവരുടെ പ്രകൃതം മാഷേ. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അമ്മ സമ്മതിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ലാന്ന് വെച്ച് മുന്നോട്ട് പോവുകയല്ല. അത് ശരിയല്ല. താൻ പോയി അമ്മയോട് സംസാരിക്കേ. ഇവിടെ നിന്ന് ഊഹം നടത്തിയിട്ട് കാര്യമില്ലല്ലോ. ചിലപ്പോ സമ്മതിച്ചാലോ? അത് ശരിയാ. അമ്മയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടാ? അമ്മയ്ക്ക് ഞാനിവിടെ ഇല്ലാത്തപ്പം ഒറ്റയ്ക്കിരിക്കാൻ പേടിയാവോ? എടാ, എന്നെ കണ്ടാ പേടിക്കുന്നവരേ ഉള്ളു ഈ നാട്ടില്. നീ കുറച്ച് പോയിലെടുത്തോ. അവിടെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെ നല്ല ഭംഗിയുള്ള ഒരു പുഴയുണ്ട്. പുഴയിലാണോ കുളിക്കുക? ഞാനവിടെ താമസിക്കുന്ന വീടിന്റെ താഴെ വെള്ളമൊക്കെ ചൂടാക്കി. അങ്ങനെ കുളിക്കാവൂ. അല്ലാതെ കണ്ട അലവലാതി പിള്ളേരുടെ കൂട്ട് പുഴയിലും കുളിക്കരുത്. നീ ആ രാമനാരോട് പറ പശുവിനെ കുറച്ച് വൈക്കോൽ എടുത്തു കൊടുക്കാൻ. രാമനാരെ, പശുവിനെ കുറച്ച് വൈക്കോലെ. എന്താടാ? ഇവിടെ മഴയൊക്കെ പെയ്യാറുണ്ടോ? പെയ്യാറുണ്ട്. അമ്മേ, എന്താടാ? ഒന്നുമില്ല. അമ്മ ഉറങ്ങിയോ? അവന് കിടന്നു. അപ്പുണ്ണിയോ? അപ്പുണ്ണി എന്തേ? അതെയാ, കഥ നടക്ക്. ഞാനൊരു കാര്യം ഇങ്ങനെ ആലോചിക്കുക. എന്താ? അമ്മുവിന്റെ കാര്യമാണ്. മേനോന് അമ്മുവായിട്ടൊരു ബന്ധമായാൽ കൊള്ളാമെന്ന് ആരോടൊക്കെ പറഞ്ഞു അത്രേ. അതെങ്ങനെ ശരിയാവുക? അപ്പുണ്ണിന്റെ കാര്യം ഉറപ്പിച്ചതല്ലേ? അത് ശരിയല്ലേ. പക്ഷെ മേനോനെ പോലെ ഒരാളെ മരുമകനായി കിട്ടിയാൽ അതൊരു ഭാഗ്യല്ലേ മാളു? എന്ത് ഭാഗ്യമാണ് നീ പറയുന്നത്? അപ്പുണ്ണിക്ക് നമ്മൾ എന്ന് കുറ്റപ്പെടുത്തിയതാ? നീ എന്നൊന്ന് പറ. അപ്പുണ്ണിയോ മേനോനോ ആരാ കേമൻ? അത് മേനോൻ തന്നെയാവും. തറവാടിയാണ്. തറവാടി മാത്രമല്ല, സർക്കാർ ശമ്പളക്കാരനും കൂടിയാണ്. ചെമ്മന പുതുശ്ശേരിക്കാരുമായി ഒരു ബന്ധമാകുക എന്ന് വെച്ചാൽ ചില്ലറ കാര്യമാണോ? പക്ഷേ അപ്പുണ്ണിക്ക് എന്ത് തോന്നുന്നു? അവൻ നമ്മുടെ കുട്ടിയല്ലേ, എന്ത് പറഞ്ഞാലും കേട്ടോളും. അവന് നമുക്ക് വേറെ പെണ്ണിനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാം. കാര്യം അപ്പുണ്ണിയാണെങ്കിലും അവനൊരു ചായക്കടക്കാരനല്ലേ മാളൂ? നിങ്ങൾക്ക് എന്താ തോന്നുന്നു വെച്ചാൽ ചെയ്തു. എനിക്കൊന്നും അറിയില്ല. മേനോൻ അങ്ങനെ ഒരു ആലോചനയുമായി ഇങ്ങോട്ട് വന്നാൽ നമുക്ക് വേറെ നടത്താം. അവർ വരുമോ? വരും, വരണം. അതാ എന്റെ കണക്കുകൂട്ടൽ. പക്ഷേ അപ്പുണ്ണിയോട് നമ്മളൊന്നും ഭാവിക്കണ്ട. എന്തൊരു ബുദ്ധിയാണ് നിങ്ങളുടെ. ഞാൻ വളകളത്തേക്ക് എന്നെ എത്തിച്ച് വേണ്ട. നാട്ടുകാർ പറയുന്നത് മുഴുവൻ തെറ്റാവോ അമ്മോ? എനിക്കറിയില്ല. എന്റെ കല്യാണക്കാരും തീരുമാനിക്കുന്നത് എന്റെ അച്ഛനാ.
അച്ഛൻ നോക്കിക്കോളൂ. അപ്പൊ അപ്പുണ്ണേറ്റിനോട് നിനക്ക് ഇഷ്ടമില്ല എന്നല്ലേ? അപ്പുണ്ണേറ്റിന് എപ്പോഴും ഒരു ദേഷ്യ. മാഷക്കോ? മാഷ് നല്ല സ്നേഹമുള്ളവനാ. അമ്മോ, വെള്ളക്കുപ്പായും തിരിഞ്ഞു കൊണ്ടൊന്നും വീഴരുത്. അപ്പുണ്ണേറ്റിനെ പോലെ സ്നേഹമുള്ള ഒരാളെ നിനക്ക് കിട്ടില്ല. ഇന്നൊക്കെ നിന്റെ ഇഷ്ടം. വരമ്പത്ത് മഴ വന്ന സമയത്ത് നനയാതൊരുങ്ങി നിന്നൊരു പെണ്ണ്, അവൾ അനുവാദം ചോദിക്കാതെ കൽവിന്റെ പുറം പോക്കിൽ ചുടിലും വെച്ചതിലങ്ങു ദൂടി. കിനാവിന്റെ വരമ്പത്ത് മഴ വന്ന സമയത്ത് നനയാതൊരുങ്ങി നിന്നൊരു പെണ്ണ്. അതൊക്കെയാണ് വിശേഷം. ഇനി നമുക്ക് ഈ വീട് ഇടിച്ചു പൊളിച്ച് വലിയ ടെറസാക്കാം. ആ മോളെ നീ എവിടെയായിരുന്നില്ലേ? പുതിയാപ്പിള വന്നേക്കണേ. പറഞ്ഞവർ ആലാക്കിന്റെ ഈ ഓടിക്കളഞ്ഞ നീ പോയാ എന്നീ വരിക. 3 മാസത്തെ ലീവ് ഉണ്ടെന്നാ പറഞ്ഞേ. അത് കഴിഞ്ഞ് പോകുമ്പോ ചിലപ്പോ എന്നെയും കൊണ്ടുപോകും. അതിലൂടെ എന്തായാലും ഞാൻ വരാം. നീ ഇവിടെ ഇല്ലെങ്കിൽ എനിക്ക് പിന്നെ ആരും കൂട്ടുണ്ടാവില്ല. നിനക്ക് കൂട്ടിന് വേണ്ടിയല്ലേ ആൾക്കാർ കാത്തു നിൽക്കുന്നത്. ആ അമ്മോ, നിന്റെ കല്യാണം ഉറപ്പിച്ച എന്നെ അറിയിക്കണം. ബാപ്പാനോട് പറഞ്ഞു വെച്ചാൽ മതി. ഓണത്തിന് മുമ്പാണെങ്കിൽ നിങ്ങൾ എന്തായാലും വരാം. പോട്ടെ, അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. എത്ര നേരം കാണാണ്ടായാൽ മതി, അപ്പൊ അന്വേഷിക്കും. നല്ല കുട്ടിയായിരിക്കും കേട്ടോ. എത്ര നാളെങ്ങനെ ഒളിച്ചും കൊണ്ട് നടക്കാൻ പറ്റിയ ആളുകളാണെങ്കിൽ ഉള്ളതേക്കാൾ കൂടുതൽ പറയാൻ തുടങ്ങി. ഇനിയെങ്കിലും നമ്മൾ വേഗം നടത്തിക്കൂടെ മാഷേ? നടത്തണം. അമ്മയുടെ അനുഗ്രഹം വാങ്ങണം എനിക്ക്. അത്ര വേണ്ടു. അമ്മയ്ക്ക് ഇഷ്ടമായില്ലെങ്കിലും ഇഷ്ടമാവും. അതൊക്കെ ഞാൻ പറയുന്ന രീതി പറഞ്ഞ് മനസ്സിലായിക്കൊള്ളാം. എങ്ങനെയായാലും കൊള്ളാം. ഇനി താമസിപ്പിക്കാതിരുന്നാ മതി. ആ അപ്പുണ്ണിയാണെങ്കിൽ മഹാദേശിക്കാരനാണ്. അപ്പുണ്ണി എല്ലാം പറഞ്ഞോ? അങ്ങനെയൊന്നും പറയുന്നില്ലല്ലോ അവൻ. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽ അവൻ തണുത്തുള്ളൂ. ഞാൻ അരി ഉണ്ടോന്ന് നോക്കട്ടെ. ഞാൻ അമ്മയോട് ഉടനെ പറയാൻ പോവാ. അമ്മൂന്റെ വീട്ടുകാർക്ക് എന്നെ ഇഷ്ടാവോ? അറിയില്ല. അമ്മൂന്റെ സമ്മതം വേറെ. കല്യാണമേ, ഞാൻ പോവാ. ആ ഒരു ദിവസം മുമ്പ് നീ അവളെ കെട്ടുന്നതാണ് നല്ലത്. ഞാൻ എപ്പോ കെട്ടിയത് നിങ്ങൾക്കെന്താ? എനിക്കൊന്നുമില്ല, ഞാൻ ഉള്ളത് പറഞ്ഞതാ. ഇക്കാലത്ത് നല്ലത് പറഞ്ഞാലും കുറ്റാണല്ലോ. കല്യാണം വേഗം നടത്തിയില്ലെങ്കിലേ അവളെ ആണുങ്ങൾ കൊണ്ടുപോകും. ആരും കൊണ്ടുപോകില്ല എന്നാ ഇനി തുറന്നു പറഞ്ഞുതരാം. ആ മേനോമാഷ് കൊണ്ടുപോകും അവളെ. അങ്ങനെയില്ല. നീ എന്തിനാണ് എന്നോട് ചാടി കളിക്കുന്നത്? നാട് മുഴുവൻ പാട്ടായത്. ഇനിയൊക്കെ എന്റെ ഇഷ്ടം. ആ ഇത് പേപ്പറ അതിന്റെ കാശ്. വകരോടിയരകരണമല്ല ശൗര്യാസ്പദം വാനരന്മാർക്കുവാൾമേൽ ശൗര്യമാകുന്നു. വയറതിന് ഛടുതി വസനേനവാൾ വേഷ്ടിച്ചു വഞ്ഞുകൊളുത്ത് പുരത്തിനെല്ലാടവും രജനി ജരപരിവൃതം. നീ എന്താത്ര നേരത്തെ ഉണ്ണാറാവുന്നതല്ലേ ഉള്ളൂ? എന്നാ എന്റെ കല്യാണം? എന്താ ഇത്ര പെട്ടെന്നിങ്ങനെ? ഒക്കെ തീർക്കപ്പെടുന്നില്ലല്ലേ?
പിന്നെന്താ താമസം? താമസമൊന്നുമല്ല, ഞാനൊരാളോട് ഒത്തിരി കാശ് ചോദിച്ചിട്ട് അതൊന്ന് കിട്ടട്ടെ. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ എന്താ എത്തും ചോദിക്കാനുള്ളത്? രജനി വാദ്യം കൊട്ടി രാത്രിയിൽ വന്നൊരു അങ്ങനെ നിഖില കേൾക്കുവാറു. ഇനിയിപ്പോ ഊണ് കഴിച്ചിട്ട് പോയാ പോരടാ. നിഖില കേൾക്കുമാർ ഉച്ചത്തിൽ നീടെ വിളിച്ചു പറഞ്ഞു നടത്തുക കുലകഥകൻ ഇവനറിയൻ കൂട്ടത്തിൽ നിന്ന് നീക്കിയിടും കവികുലം. എന്താടാ? അമ്മ പേരാറ്റി വീട്ടിൽ അയ്യപ്പൻ പടനായരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആര്? പേരാറ്റി പടവീട്ടിൽ അയ്യപ്പനാരെ കുറിച്ച്. പേരാറ്റുകാരെ പറ്റി കേട്ടിട്ടുണ്ട്. തറവാട് കുട്ടിച്ചോറാക്കി നാട് വിട്ട് ഓടിപ്പോയവരല്ലേ? ആ തറവാട്ടിലെ ഒരു അയ്യപ്പനാരെ ഇപ്പൊ ഞങ്ങളുടെ സ്കൂളിലെടുത്താ. സ്വന്തമായിട്ടൊരു ചായക്കട ഉണ്ടായത്. അതിന് അയാൾക്കൊരു മകളേ ഉള്ളൂ. കണ്ടാ നല്ല കുട്ടിയാ. അങ്ങനെ എത്ര നല്ല പെൺകുട്ടികളുണ്ട്? എനിക്ക് അവളെ കല്യാണം കഴിക്കണം. ഒന്നുകൂടെ പറ. എനിക്ക് അവളെ കല്യാണം കഴിക്കണം. നാളെ ചെമ്മര പൂത്ത തറവാട്ടിലേക്ക് ഒരു ചായക്കടക്കാരന്റെ മോളെ കല്യാണം കഴിച്ചുകൊണ്ട് വരാനോ? കൊന്നുകളല്ലേ ഞാൻ. അമ്മാടൊന്നും ചാരമൊന്നും വേണ്ട. ഒരാൾക്ക് അവര് സ്ഥാനികളായിരുന്നു. എടാ, എന്റെ മുഖത്ത് നോക്കിയത് പറയാൻ നിനക്ക് എങ്ങനെ കഴിയുമല്ലോ? നിന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം നിന്നെ വളർത്തി ഈ നിലയിലാക്കിയത് ഞാനാ. അല്ല കാര്യം. എന്നാൽ ഞാൻ പറയുന്നതിനപ്പുറം നീ പ്രവർത്തിക്കരുത്. അമ്മനെ ഒരിക്കൽ കണ്ടാലേ അമ്മയുടെ ഈ ദുരഭിമാനം ഒക്കെ മാറും. അവനും അവന്റെ ഒരു അമ്മു അവരെങ്ങാനും ഈ ആലോചനയായിട്ട് ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ, എന്താ പറയേണ്ടതെന്ന് എനിക്കറിയാം. അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിലും ഞാൻ അവളെ കല്യാണം കഴിക്കും. എന്നാൽ കല്യാണത്തിൽ നിന്ന് പന്തല് വന്ന് മുഹൂർത്ത സമയത്ത് കെട്ടി തൂങ്ങിച്ചവഞ്ഞ തന്ത്രപരമായി നമുക്ക് അല്പം തെറ്റിയെന്ന് തോന്നുന്നല്ലേ? എങ്ങനെ? മധ്യസ്ഥനായി ഞാൻ നിങ്ങളുടെ വരണ്ടായിരുന്നു. അതിനൊന്നും കാര്യമില്ല മാഷേ. അമ്മയ്ക്ക് വല്ലാത്ത പിടിവാശിയാണ്. ഒന്ന് പറഞ്ഞല്ല, പിന്നെ ചത്താലും അതിന് മാറില്ല. ഇനി എന്ത് ചെയ്യും? കാര്യം അയ്യപ്പനാരോട് തുറന്നു പറഞ്ഞാലോ? എന്നാൽ അതാ നല്ലത്. പക്ഷെ കുറുപ്പാശയുടെ വേണം. അയ്യോ, അതല്ല മേലെ. ഇത്തരം കാര്യങ്ങൾ നേരിട്ടാവുന്ന ഭംഗി. അയ്യപ്പൻ നായരോട് ധൈര്യമായിട്ട് ഇരുന്ന് കിടാ പറയാ. നോക്കാനും എന്താ ഉണ്ടാവുമെന്ന്.